Hello. Welcome to market discussion of the day. Today, May 16, 2025, ഫ്രൈഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയൊരു ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയൊരു ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഓക്കെ, സോ ഇത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആൾക്കാരും വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കേൾക്കണം എന്നില്ല. അത് കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആൾക്കാർ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടിട്ടാണ് ഞാനിത് വീഡിയോയുടെ ഫസ്റ്റ് തന്നെ എല്ലാ ദിവസവും പറയുന്നത്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായതല്ലേ. കാരണം കണ്ടോ, ഇന്നലെ ഗോൾഡിൻ്റെ മാർക്കറ്റൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗോൾഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയി ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് 2130 വരെ എത്തി. അതിനുശേഷം മാർക്കറ്റ് ഒറ്റയടിക്ക് US സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മാർക്കറ്റ് ഒറ്റയടിക്ക് 3250-51 റേഞ്ചിലോട്ട് പോയി. ഓൾമോസ്റ്റ് ഇന്നലെ മൂവ് ചെയ്തത് മാത്രം ഓൾമോസ്റ്റ് എത്രയാണ് 500 പിപ്പ് താഴോട്ട്, അത് കഴിഞ്ഞിട്ട് 1200 പിപ്പ് മുകളിലോട്ട്. ഓക്കെ, സോ അത് ചില്ലറ മൂവ്മെൻ്റ് ഒന്നുമല്ല, ചെറിയ മൂവ്മെൻ്റ് ഒന്നും അല്ല ഇത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഇന്നലെ ഉണ്ടായത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സോ ഉറപ്പായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരാനുണ്ട്, അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ആക്ച്വൽ വന്നപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിനകത്ത് ആക്ച്വലി നോട്ട് ഡിക്ലെയർഡ് അല്ല. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ നെഗറ്റീവായിട്ട് -0.3% അങ്ങനെ എന്തോ ആണ് വന്നിട്ടുണ്ടായത്. ഓക്കെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇതിനകത്ത് ക്ലിയർ ആയിട്ടല്ല കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ എന്തായാലും നെഗറ്റീവായിട്ട് ആണ് വന്നത്. US മാർക്കറ്റിന് നെഗറ്റീവായിട്ട് വന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡ് മുകളിലോട്ട് പോകേണ്ടതാണ് എക്കണോമിക്സിൽ. പക്ഷേ അതും അതേപോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നു, അതും എന്താ പറയുക നെഗറ്റീവായിട്ടാണ് വന്നത്. പോസിറ്റീവായിട്ടാണ് US ഡോളറിന് വന്നത്. ഫോർകാസ്റ്റ് വന്നിട്ട് 233K ആയിരുന്നു, പ്രീവിയസ് വന്നിട്ട് 228K ആയിരുന്നു. പക്ഷേ 229K അങ്ങനെ എന്ത് വരുന്നു, അതും കുഴപ്പമില്ല, വലിയ മാറ്റമൊന്നും ഉണ്ടാക്കില്ല. അതിനുശേഷം ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു, അതും പ്രത്യേകിച്ച് വലിയ ന്യൂസ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്നലെ എന്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് ഇത്രയും പോയത്? ഒരു മനുഷ്യൻ ഏതോ സ്ഥലത്തിരുന്നത്, ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, ഏതോ ഒരു ഫ്ലൈറ്റിലിരുന്ന് ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ആക്ച്വലി ഇങ്ങനൊരു സംഭവം സംഭവിച്ചത്. ഓക്കെ, ഇദ്ദേഹമല്ല, ഇദ്ദേഹം. ഞാൻ അതിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം. Nothing's going to happen until Putin and I get together, okay? And obviously he wasn't going to go. He was going to go, but he thought I was going to go. He wasn't going if I wasn't there. സോ ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഒരു സമാധാന ചർച്ച ഇസ്താൻബുളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് എന്താ പറയുക, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉക്രൈൻ പ്രസിഡൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. US പ്രസിഡന്റും പങ്കെടുത്തില്ല, അതേപോലെ തന്നെ പുടിനും പങ്കെടുത്തില്ല. അത് കാരണം ആ ഒരു ചർച്ച നടക്കാതിരിക്കുകയും ചർച്ച നടന്നു, പക്ഷേ എന്താ പറയുക, അതൊരു ഒരു ഫലപ്രദമായ ഒരു ചർച്ച ആയിട്ട് കണക്കാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല അതിന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഞാനും പുടിനും ഇല്ലാത്തിടത്തോളം അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും ചേഞ്ച് ആവത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പച്ചയ്ക്ക് വന്ന് പറഞ്ഞത്. ഈ പച്ചയ്ക്ക് വന്ന് പറഞ്ഞ കാര്യം അത് ബേസിക്കലി ഒരുപാട് യൂറോപ്യൻ ലീഡേഴ്സിനിട്ടുള്ള ഒരു അടിയും കൂടാണ്. ഓക്കെ, ആ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ വാർ എത്രയും പെട്ടെന്ന് മാറണം, അതാണ് അവരെ സംബന്ധിച്ച് നോക്കുമ്പം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് യൂറോപ്പിലുള്ള പല ലീഡേഴ്സിനുമായിട്ടുള്ളൊരു അടിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അൺസർട്ടനിറ്റി ആണല്ലോ, വീണ്ടും മോറിലോട്ട് പോവുകയാണല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടിട്ടാണ് മാർക്കറ്റ് ഒറ്റയടിക്ക് വീണ്ടും മുകളിലോട്ട് പോയത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാർക്കറ്റ് ഈ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ 3320-30 റേഞ്ചിലായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ താഴെ 3264-ലൊക്കെയാണ് പോയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 600-700 പിപ്പിൻ്റെ ഡിഫറൻസ് ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ വന്നതിൻ്റെ റീസൺ ഈ ആഴ്ച ഈ ഒരു മീറ്റിംഗ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ എന്താ പറയുക, പീസ് ടോക്ക് വരും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമായിരുന്നു. മനസ്സിലായില്ലേ? സോ അതേപോലെ തന്നെ ഈവൻ ഇപ്പം റഷ്യ ഉക്രൈൻ വാർ എന്തെങ്കിലും ഒരു മീറ്റിംഗ് പുടിനും നമ്മുടെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുമ്പോൾ തന്നെ മാർക്കറ്റ് ഒറ്റയടിക്ക് ഇതേപോലെ പോയത് കണക്ക് പോവാം.
മനസ്സിലായില്ല. അപ്പോൾ അവർ ഇനി ഒരു സമാധാന ചർച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും അതേപോലെ ഉക്രൈൻ പ്രസിഡന്റും കൂടെ ഒരുമിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് വന്നാൽ ഉറപ്പായിട്ട് മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇല്ലാത്ത പക്ഷം ഗോൾഡ് മുകളിലോട്ട് തന്നെ പോകും. മിനിമം ഒരു 3330 വരെയെങ്കിലും എത്താനായിട്ടുള്ള പോസിബിലിറ്റിയാണ് എന്താ പറയുക ഗോൾഡിലുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് എടുത്ത് ന്യൂസുകളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ US പ്രസിഡന്റ് സന്ദർശിക്കുന്നുണ്ട്. അതെന്ത് അത് ഉറപ്പായിട്ടും വാറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ലെങ്കിലും ചിലപ്പോൾ ഹമാസ് പലസ്തീൻ ഇസ്രായേൽ വാറിൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ അവിടുന്ന് എടുത്ത് പോകാം, നമുക്കറിയില്ല. അതൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ വളരെ ചെറിയ ലോട്ടുകൾ എടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, വളരെ ചെറിയ ലോട്ട്. ഇപ്പോൾ കാരണം സ്റ്റോപ്പ് ലോസ് ഇടുന്നത് എവിടെയാണെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടാത്തൊരു കാലഘട്ടമാണല്ലേ. അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, നമ്മൾ ചെറിയ ലോട്ടുകൾ എടുത്താലും വലിയ തെറ്റില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്കത് ഓക്കെ, ഒരു $10,000 അക്കൗണ്ട് അല്ലെങ്കിൽ $15,000 അക്കൗണ്ടിൽ ഒരു 0.1 ലോട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടാതെ. സോ അതാണ് എനിക്ക്, കാരണം മാർക്കറ്റിൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് കാണുന്നുണ്ട് ഗോൾഡിൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം ഫസ്റ്റിൽ പറയാനായിട്ടുള്ള കാര്യം. നമുക്ക് അടുത്ത ആഴ്ച പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വളരെ ടെക്നിക്കൽ വീക്കായിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത വീക്കിലെ ന്യൂസിനെ കുറിച്ച് നമുക്ക് അടുത്ത തിങ്കളാഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മുടെ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 145.386 ഈ റേഞ്ചിലാണ്. സോ ഇവിടുന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പിടിയില്ല. JPYയുടെ കാര്യത്തിനകത്ത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഇന്നത്തെ ദിവസം. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, JPY അപ് ട്രെൻഡിലെ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം. മാർക്കറ്റ് ഇന്ന് താഴെ വീണ് കിട്ടിയാൽ അടുത്ത ആഴ്ചത്തെ റേഞ്ച് എന്ന് പറയുന്നത് 142 to 148 ആണ്. സോ ബൈ ദ വേ JPYയുടെ ഒരു ന്യൂസ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ടൈം UK ടൈമിംഗ് 12:50 ഇന്നലെ രാത്രി 12:50 വന്നിട്ടുണ്ടായിരുന്നു. GDP അനൗൺസ്മെൻ്റ് ആയിരുന്നു. സോ അതും ന്യൂസ് വന്നതാണ്. നിങ്ങളുടെ എക്കണോമിക് കലണ്ടറിൽ നോക്കുക, നെഗറ്റീവായിട്ടാണ് വന്നത് GDP അനൗൺസ്മെൻറ്റ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ JPY താഴോട്ട് പോയി. പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു താഴോട്ട് പോക്കാണ്. കാരണം ഈ ട്രേഡ് വാറിനെയൊക്കെ സംബന്ധിച്ച് ഉണ്ടായ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഒരു താഴോട്ട് പോക്കായതുകൊണ്ട് അത് വലിയ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നേരെ നമ്മൾ JPYയുടെ അടുത്ത ആഴ്ചത്തെ റേഞ്ച് വരുമ്പോൾ 142 to 148 റേഞ്ചിലാണ് ആ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 142 താഴെ ആയിട്ട് 140 എന്ന് പറയുന്നൊരു സപ്പോർട്ട്. പക്ഷേ 140 താഴെയായിട്ട് നമ്മൾ സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ 142 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 144 ഈവൻ കിട്ടിയാൽ പോലും അത് രണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ അപ് ട്രെൻഡ് അതിൻ്റെ മുകളിൽ തന്നെ ആണെങ്കിൽ അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. യൂറോയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ യൂറോ 1.1200 റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, ഇന്നലെ ഈ ഒരു പി സ്റ്റോക്ക് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയതായിരുന്നു. പിന്നീട് താഴോട്ട് വീണ്ടും പോയി. ഇപ്പോൾ എന്താ പറയുക, ഒരു സപ്പോർട്ടൊക്കെ പിടിച്ച് 1.1200 നിൽക്കുകയാണ്. ഉറപ്പായിട്ടും നമുക്ക് 1.100 കിട്ടും മാർക്കറ്റ്. ആ ഒരു സമയത്ത് അവിടെ നിന്ന് നല്ലൊരു ബൈ പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവിടെ നല്ലൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിൽ വേറെ എന്താണ് പറയാനായിട്ടുള്ളത്? ഓക്കെ, സോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഏതാണ് US പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും തമ്മിലുള്ളൊരു നേരിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കും എന്നുള്ളൊരു ന്യൂസ് വന്നാൽ പോലും യൂറോ പറക്കും. ഓക്കെ, യൂറോ പറന്ന് മുകളിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷേ എന്നാലും അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഞാൻ കുറേ കാലമായിട്ട് ഓൾമോസ്റ്റ് 1-2 മാസമായിട്ട് ഞാനിത് പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും, പിന്നെ ഒരുപാട് കാലമായിട്ട് ഇത് പറയുന്നുണ്ടല്ലോ, ഇതേവരെ അത് കിട്ടാത്ത എന്താണല്ലേ? കിട്ടും, 1.100 കിട്ടും. ഓക്കെ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ട്രേഡ് അല്ല ചെയ്യേണ്ടത്. നമ്മളൊരു ലോങ്ങർ ടേമിലോട്ട് നിങ്ങൾക്ക് എന്താ പറയുക
ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു 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 അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ചെറിയൊരു എമൗണ്ട് അതിനകത്ത് ഇട്ടിട്ട് ഇപ്പോഴേ അത് 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 നോക്കി എടുക്കുക. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം, ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാപ്പ് ഫീസൊക്കെ ഇല്ലാത്ത അക്കൗണ്ട് ചിലപ്പോൾ കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ബ്രോക്കേഴ്സിനും ചിലപ്പോൾ സ്പ്രെഡ് കൂടുതലായിരിക്കും അതിനകത്ത്. സ്പ്രെഡ് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ സ്വാപ്പ് ഫീസ് ഇല്ലാത്ത 0 സ്വാപ്പിലുള്ള ഒരു അക്കൗണ്ട് റെഡിയാക്കി വെച്ചിട്ട് ലോങ്ങർ ടേമിലോട്ട് മിനിമം ഒരു 6 മാസത്തേക്കെങ്കിലും എന്താ പറയുക ഹോൾഡ് ചെയ്യാനായിട്ട് GBPയും യൂറോയും ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ 1.100 അവിടുന്ന് നമുക്ക് യൂറോ വാങ്ങാനായിട്ട് സാധിക്കും. GBP 1.300 അവിടുന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് രണ്ടിലും എനിക്ക് ഇന്നത്തെ ദിവസം ഒരു ഷോർട്ട് ടേൺ ഓപ്പർച്യൂണിറ്റി പറയാനായിട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, GBP ഇപ്പോൾ കറൻ്റ്ലി GBP ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പാർഷ്യലി 1.300 ബാക്കി 1.2800 വാങ്ങുക എന്നുള്ളതാണ് GBPയിലുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി 3211 റേഞ്ചിൽ നിൽക്കുന്നു. ഓക്കെ, മാർക്കറ്റ് ഇന്നലെ ഒറ്റയടിക്ക് 3251 വരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് താഴോട്ട് വന്നു 3200 സപ്പോർട്ട് ചെയ്തു. 3200 സപ്പോർട്ട് ചെയ്തു. 10 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് ഇവിടുത്തെ 10 മണിയാണ് ഇന്ത്യൻ ടൈമിംഗ് 2:30 ഏഷ്യ ക്ലോസ് ആവുന്ന ക്യാൻഡിൽ 3207 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ അവിടുന്ന് ഞാനൊരു ചെറിയൊരു ബൈ എടുത്തു. വളരെ ചെറിയൊരു ബൈ, ഗോൾഡ് ആയതുകൊണ്ടിട്ട് വളരെ ചെറിയൊരു ബൈ ആണ് എടുത്തത് ഞാൻ. ഓക്കെ, ഇത് മുകളിലോട്ട് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ 3330 വരെയാണ് ടാർജറ്റ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, 3330 വരെയുള്ള ടാർജറ്റ് നമുക്ക് വെച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് ഗോൾഡിനകത്തുള്ളൊരു കാര്യം. ചിലപ്പോൾ അടുത്തൊരാഴ്ച കൊണ്ടിട്ട് തന്നെ അത് റീച്ച് ആവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അൺലെസ് വേറെ ന്യൂസുകൾ, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ന്യൂസുകളും വന്നില്ല, നമുക്കെതിരെയായിട്ടുള്ള ന്യൂസുകളൊന്നും വന്നില്ല എങ്കിൽ. ഓക്കെ, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ UK ടൈമിംഗ് ഉച്ചയ്ക്ക്, ഇന്ത്യൻ ടൈമിംഗ് വൈകുന്നേരം US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം പല US പ്രസിഡൻറ്റിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അതേപോലെ സൺഡേ ഫെഡ് ചെയർ പവൽ സ്പീച്ച് ഉണ്ടാവും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഇവർ രണ്ടും ഭയങ്കര എന്താ പറയുക ഒരു ഉറപ്പായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഗോൾഡിൻ്റെ പ്രൈസിൽ. ഈ രണ്ട് ന്യൂസുകളും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയും ഒന്നിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഗോൾഡിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ 3211 നിൽക്കുന്നു, ഒന്നുകൂടെ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 3205 റേഞ്ചിൽ വന്നാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം ഗോൾഡ്. ഓക്കെ, ഇതാണ് എനിക്ക് ഗോൾഡിനകത്ത് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. പ്രത്യേകിച്ച് യൂറോയിലും GBPയിലും പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. JPYയിൽ നമുക്ക് താഴെ കിട്ടിയാൽ 144 കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയാനായിട്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് തിങ്കളാഴ്ച കാണുന്നത് വരെ അതേപോലെ എൻ്റെ ക്ലാസ് നമ്മുടെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ക്രാഷ് കോഴ്സ് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുന്നു. വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.